ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്ന് 4 പേർ പുഴയിലേക്ക് വീണു. ഇന്നലെ രാത്രി 1 മണിയോട് കൂടിയാണ് സംഭവം. റെയിൽവേ പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടയിൽ എതിർദിശയിൽ ട്രെയിൻ വരികയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ലിഷോയ്, തിരച്ചിൽ പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇന്നലെ അർദ്ധരാത്രി 1 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്നത്. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിൻ ഇതുവഴി പോകുന്ന സമയത്ത് ആ ട്രാക്കിൽ, അതായത് എറണാകുളം ഭാഗത്തേക്കുള്ള ഈ ട്രാക്കിലൂടെ 4 പേർ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ 4 പേർ പോകുമ്പോൾ ഇവർ ഈ ട്രെയിൻ വരുന്നത് കണ്ട് ആദ്യം ഓടി, പിന്നീട് ഇവർ പുഴയിലേക്ക് എടുത്ത് ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനും ഇത് സംബന്ധിച്ച് ഇൻറ്റിമേഷൻ നൽകുകയും ഫയർഫോഴ്സിനും നൽകുകയും ചെയ്തു. ആരാണ് ചാടിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ചാലക്കുടി പുഴയിലേക്കാണ് ചാടിയത്. ഈ എറണാകുളം ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കുമുള്ള പ്രധാന ലൈനിൽ നിന്നാണ് ചാടിയത്. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തുണ്ട്. ഇന്നലെ രാത്രിയും ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തിയിരുന്നു. ഈ ഏത് രീതിക്കാണ് നമ്മുടെ പരിശോധന എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് സ്കൂബ ഡൈവേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 10 മിനിറ്റിനുള്ളിൽ സ്കൂബ ഡൈവേഴ്സ് വരും. ഞങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒഴുക്ക് കഴിഞ്ഞ കുറച്ച് നാളത്തേക്കാളും ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏത് ഭാഗത്തുനിന്ന് വീണതെന്നോ ഒന്നും തന്നെ ഒരു ധാരണയില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല, മറ്റൊന്നുമില്ല. അത് പോലീസിൻ്റെ ഭാഗത്താണുള്ളത്. അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ലോക്കോ പൈലറ്റ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എവിടെ നിന്ന് വന്ന ആളുകളാണ്, എങ്ങോട്ട് പോയിരുന്നവരാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർ 1 മണിക്ക് ഇവർക്ക് ഈ പാലത്തിന് മുകളിലേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത് ലോക്കോ പൈലറ്റ് മാത്രമാണ് കണ്ടിരുന്നത്, മറ്റാരും തന്നെ ഈ സംഭവം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള അന്വേഷണങ്ങളും എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തുണ്ട്. ഇന്നലെ ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ ട്രെയിനിൽ നിന്ന് വീണതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഈ ഭാഗത്ത് ഇല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ഈ ലോക്കോ പൈലറ്റുമായി വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നും അതും സംബന്ധിച്ച് റിപ്പോർട്ടും ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് ലോക്കോ പൈലറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇനിയിപ്പോൾ ഇത് സംബന്ധിച്ച തിരച്ചിലുകളെല്ലാം തന്നെ നടത്തേണ്ടത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടി പുഴയിലേക്ക് ട്രെയിൻ വരുന്നത് കണ്ട് 4 പേരുടെ സംഘം എടുത്തു ചാടി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലോക്കോ പൈലറ്റ് മാത്രമായിരുന്നു ദൃക്സാക്ഷി. അദ്ദേഹത്തിൻ്റെ അറിയിപ്പനുസരിച്ചാണ് എന്തായാലും ഈ പരിശോധനകൾ നടത്തുന്നത്. തിരച്ചിൽ തുടരുകയുമാണ്. ലിഷോയ്, പുഴയിലെ ഒഴുക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ശക്തമായ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പുഴ പരിചയമുള്ള ആളുകളാണെങ്കിൽ നീന്തിക്കയറാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ? താരതമ്യേന പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ഇന്നലെയും ഇന്നുമായി മഴയ്ക്ക് ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കില്ല. കുത്തൊഴുക്ക്, മലവെള്ളം വരുമ്പോഴുള്ള കുത്തൊഴുക്കില്ല. പക്ഷേ അതേസമയം തന്നെ പുഴയിൽ ഒഴുക്ക് താരതമ്യേന വർഷകാലത്തെന്നോണം തന്നെ കൂടുതൽ തന്നെയാണ്. പക്ഷേ അത്രയേറെ വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. നിലവിൽ 6 മീറ്ററിൽ താഴെ മാത്രമാണ് ചാലക്കുടി പുഴയിലെ ഒരു ജലനിരപ്പ് എന്ന് പറയുന്നത്. ഒരു 8 മീറ്ററൊക്കെ ആയാലാണ് അപകടകരമാവുന്ന സ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ നടത്താൻ കഴിയുന്ന അത്രയ്ക്കുള്ള ഒരു ഒഴുക്ക് മാത്രമാണ് ഇവിടെ എന്തായാലും ഉള്ളത്. പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളില്ലാത്തതാണ്. പ്രാഥമിക നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അത് സംബന്ധിച്ച് വേണം ഈ ആളുകൾ ആരാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുന്നതിന് വേണ്ടി. ലോക്കോ പൈലറ്റിൻ്റെ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന് മുകളിൽ നിന്ന് 4 പേർ എടുത്ത് ചാടി. ഒരാളുടെ ദേഹത്ത് ട്രെയിൻ തട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഈ പരിസരത്തൊന്നും തന്നെ ഇന്നലെയും ഇന്നുമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്താനും സാധിച്ചിട്ടില്ല.